കാസർഗോഡ് ചന്തേര കൂട്ട ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. 16-കാരി പീഡനത്തിനിരയായത് ബന്ധുവിന്റെ ഒത്താശയോടെ എന്നാണ് കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടേക്കുമെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. വിദേശത്തേക്ക് കടന്ന പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. നിലവിൽ 15-കാരനടക്കം 5 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ 2 പേർ പിടിയിലായിട്ടുമുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. ബൈജു, എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനം? പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കും? സൈത്തെ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 16 വയസ്സുകാരിയെ ഇത്തരത്തിൽ 1 വർഷത്തോളമായി നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പറയപ്പെടുന്നത്. അത് ഇതിൽ കൂട്ടമായി ഉണ്ട്. നേരത്തെ സയ്യിദ് പറഞ്ഞ പോലെ തന്നെ ബന്ധുവിന്റെ ഒത്താശയോട് കൂടിയാണ് ഇങ്ങനെ ഒരു ലൈംഗിക പീഡനം നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ കൂടുതൽ പേർ പ്രതികളാകും. പോലീസ് അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ നിലവിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 പേരെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇവരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു 15 വയസ്സുകാരൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. അതായത് അയൽവാസിയായ 15 വയസ്സുകാരൻ കൂടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഒരു പ്രതി ഇതിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. റാഷിദ് എന്ന് പറയുന്ന ഈ പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ചന്തേര പോലീസ് ഉള്ളത്. എന്തായാലും ബുധനാഴ്ച വൈകിട്ടോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. പിന്നീട് പോലീസും നാട്ടുകാരും വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയും ഒടുവിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പെൺകുട്ടിയെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡന വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ തന്നെ ഇതിൽ 2 പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഏതായാലും കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഇത്തരം സ്ഥലങ്ങൾ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിലേക്ക് ഈ പെൺകുട്ടി എത്തിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഈ 1 വർഷത്തോളമായി നിരന്തരമായി ഈ പെൺകുട്ടി ഇങ്ങനെ പീഡനത്തിന് ഇരയാവുകയായിരുന്നു. അങ്ങനെ ഇത് പുറത്ത് ആരോടും പറഞ്ഞില്ല. കാരണം ഇവരുടെ മാതാവിന് മാനസികാസ്വസ്ഥമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് അധികം വിവരം അറിഞ്ഞില്ല. ഇങ്ങനെ ഈ പെൺകുട്ടി ഇവിടെ നിന്നും നാടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ നിന്നും പോലീസ് കണ്ടെത്തുകയും പിന്നീട് വിശദമായ മൊഴി ഈ കുട്ടിയെ രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ സാമ്പത്തികമായി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഇതിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദേശത്തുള്ള ആ പ്രതിയെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും പോലീസ് നടത്തിയിട്ടുണ്ട്. ഏതായാലും 2 പേർ ഈ കേസിൽ അറസ്റ്റിലായി. ഈ 2 പേരെ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോട് കൂടി കസ്റ്റഡി ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏതായാലും ചന്തേര പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബൈജു, ഒരു കാര്യം കൂടി, ഒരു 15 വയസ്സുകാരനും പ്രതിപ്പട്ടികയിലുണ്ട്. ഗുരുതരമാണ് വിഷയം. ഒപ്പം ഈ പരാതി, ഈ സ്കൂൾ കൗൺസിലിംഗിലാണല്ലോ കുട്ടി കാര്യങ്ങൾ പറയുന്നത്. ഈ പരാതി, ഈ സംഭവം പുറത്തറിയാൻ വൈകിയത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയൊരുങ്ങുന്ന സാഹചര്യം സ്വാഭാവികമായി ഉണ്ടായോ? അങ്ങനെയും കൂടെ ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടോ? തീർച്ചയായും അതുതന്നെയാണ് ആ റാഷിദ് എന്ന് പറയുന്ന പ്രതിയുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇയാൾ 2 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പുറത്ത് അറിയാൻ വൈകിയത് തന്നെയാണ് ഇതിന് ഈ പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെടാനൊക്കെ സാധിച്ചത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സഹോദരി ഭർത്താവ് ഇയാൾ കൂടി ഇതിൽ പ്രതിയാണ്. പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപ് രോഗബാധിതനായി ഇയാൾ മരണപ്പെട്ടിരുന്നു. ഇയാൾ കേസിൽ പ്രതിയാണെങ്കിൽ ഇയാൾ 2 മാസം മുൻപ് രോഗബാധിതനായി മരണപ്പെട്ടിരുന്നു. ഇയാളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇയാളുടെ അറിവോട് കൂടിയാണ് ഇങ്ങനെ ഒരു പീഡനമൊക്കെ നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കും. കൂടുതൽ ആളുകൾ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് അന്വേഷണം നടക്കുന്നതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല. സമൂഹത്തിലെ ഉന്നതരായ ആളുകളുണ്ട്. ഇപ്പോൾ പിടിയിലായവരിൽ, ഇപ്പോൾ അറസ്റ്റിലായവരിൽ അത് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരാണ്. പലതരത്തിലുള്ള മേഖലകളിലുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 15
വയസ്സുകാരൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അയൽവാസിയായ 15 വയസ്സുകാരൻ കൂടി ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്. ഇനി ഇതിനപ്പുറം കൂടുതൽ ആളുകൾ സമൂഹത്തിൽ ഉന്നതരായ ആളുകൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ പ്രതികൾ ഇനിയും ഇത്തരത്തിൽ ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ നാടുവിടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നില്ല. പോലീസ് ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതികളിലേക്ക് എത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ, അതല്ല സാമ്പത്തികം മറ്റാരെങ്കിലും ഈ കുട്ടിയെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഊർജിതമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ബൈജു സൂചിപ്പിക്കുന്നത് പോലെ കാസർഗോഡ് ചന്ദേര പോലീസ് കൂട്ട ബലാത്സംഗ കേസിലാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്. ചന്ദേര പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇതിൽ കസ്റ്റഡിയിലുള്ളവരെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഇപ്പോഴും വിദേശത്താണ്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. മറ്റൊരാൾ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി കൂടി ഉൾപ്പെടുന്നു എന്ന അതിഗുരുതരമായ സാഹചര്യം ഈ കേസിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.